വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഏത്തപ്പഴം കാളൻ. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഏത്തക്കയാണെന്ന രീതിയിൽ അത് ഫുള്ളായിട്ട് എടുക്കാം. വലിയ ഏത്തക്കയാണെന്ന രീതിയിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഞാനൊരു വലിയ ഏത്തക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വേകാനായിട്ട് വയ്ക്കാം. 10 പച്ചമുളക് ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, അല്പം കറിവേപ്പില, അത് വേകാൻ ആവശ്യമായ വെള്ളം. സ്റ്റൗ കത്തിക്കാം, അടച്ചു വെച്ച് വേവിക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഒരു തേങ്ങ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തീ ഒരൽപ്പം കുറച്ച് വയ്ക്കാം. വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. ഏത്തക്കയുടെ വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 250 ml 2 കപ്പ് തൈര്, ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തൈര് ചേർത്ത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്തായിരുന്നു. അന്നേരം ക്യാമറ ഓഫായി പോയതുകൊണ്ട് കിട്ടിയില്ലത്. ഇനി ആ അരപ്പ് വെള്ളം ഒരു ശകലം ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. അരപ്പ് വെള്ളം ഒരു ശകല 1 ടേബിൾ സ്പൂണേ ചേർക്കാവൂ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിളയ്ക്കുന്നത് കണ്ടപ്പോഴാണ് അരപ്പ് ചേർത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഈ വെള്ളം, അരപ്പിൻ്റെ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ, അല്ല വേറൊന്നും മിസ്സായിട്ടില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം, അടിക്ക് പിടിക്കരുത്. നമ്മുടെ കാളൻ നന്നായിട്ട് കുറുകി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒരല്പം ഉപ്പ് വേണം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം കാളൻ റെഡിയായി. തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അതിനൊന്ന് താളിച്ചൊഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക്, ഒരു 4 വറ്റൽമുളക്, അല്പം കറിവേപ്പില, തീ ഓഫ് ചെയ്യാം. കാളനിലേക്ക് ഒഴിക്കാം.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.